ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആദിലെ ഉണ്ണികൃഷ്ണൻ. GLPS നെറോട്ടം 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് നിങ്ങൾ എൻ്റെ അമ്മയാണോ. രചന PD ഈസ്റ്റ്മാൻ, പരിഭാഷ ജയ് സോമനാഥൻ, ചിത്രീകരണം ബാബുരാജ്. അമ്മ പക്ഷി മുട്ടമേൽ അടയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുട്ട ഒന്ന് കൊലുകി. അകത്തൊരു കുട്ടി മറിയാൻ. തരക്കേടില്ലല്ലോ, പുറത്ത് ചാടാനുള്ള വെപ്രാളമാവും. പുറത്തേക്ക് വന്നാൽ പിന്നെ വലിയ വിശപ്പാവും. പുറത്തേക്ക് പോയി കുഞ്ഞിന് തിന്നാനുണ്ടെങ്കിലും ശേഖരിച്ച് കൊണ്ടുവരാം, അമ്മ പക്ഷി മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് ചിറകടിച്ച് പറന്നുപോയി. അതിനിടയിൽ അമ്മ പക്ഷിയുടെ കുഞ്ഞ് മുട്ടത്തോട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങി. എൻ്റെ അമ്മ എവിടെ? കുഞ്ഞിപ്പക്ഷി ചോദിച്ചു. അവൻ അമ്മയെ കാണാനായി ചുറ്റും നോക്കി. അവൻ മേലോട്ട് നോക്കി. അമ്മ എവിടെയും കണ്ടില്ല. താഴോട്ട് നോക്കി. എവിടെ അമ്മയെ കാണാനില്ല. ഇനി എന്തു ചെയ്യും? അമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കുഞ്ഞിപ്പക്ഷി അവിടെ നിന്ന് പുറപ്പെട്ടു. അതാ കുഞ്ഞിപ്പക്ഷി മരത്തിൽ നിന്നും പിടിയിട്ട് താഴേക്ക് വീഴുന്നു. അത് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷിക്കുഞ്ഞ് വളരെ കുഞ്ഞായിരുന്നു. അതിന് പറക്കാനായില്ലെങ്കിലും നടക്കാലോ. ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ച് പോകുകയാണ്, അവൻ പറഞ്ഞു. അമ്മയെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കണ്ടാൽ തന്നെ തിരിച്ചറിയാനും കഴിയില്ല. അരികിലൂടെ കടന്നു പോയിട്ടും കുഞ്ഞിപ്പക്ഷിക്ക് തൻ്റെ അമ്മയെ മനസ്സിലാക്കാനായില്ല. നടന്ന് അവൻ എത്തിപ്പെട്ടത് ഒരു പൂച്ചക്കുട്ടിയുടെ അടുത്തായിരുന്നു. നിങ്ങൾ എൻ്റെ അമ്മയാണോ? പൂച്ചയോട് അവൻ ചോദിച്ചു. പൂച്ച അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് മുരണ്ടു. മ്യാവില്ല, അല്ല. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. എത്തിയത് ഒരു കോഴിച്ചാറ്റൻ്റെ മുന്നിൽ. നിങ്ങൾ എൻ്റെ അമ്മയാണോ? അവൻ ചോദിച്ചു. അല്ലല്ലോ. കൊക്കരക്കോ, അല്ല. കോഴി കൂകി. പൂച്ച അവൻ്റെ അമ്മയല്ല, കോഴിയും അവൻ്റെ അമ്മയല്ല. അവൻ മുന്നോട്ട് നടന്നു. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം. അമ്മ എവിടെയാണ് ഉണ്ടാവുക? നടന്ന് അവൻ ഒരു പട്ടിയുടെ മുമ്പിലെത്തി. നിങ്ങൾ എൻ്റെ അമ്മയാണോ? പട്ടിയോട് അവൻ ചോദിച്ചു. ഞാൻ നിന്റെ അമ്മയോ? കണ്ടാലറിഞ്ഞൂടെ, ഞാനൊരു പട്ടിയാണ്. ബൗല. അത് കളിയാക്കി കുരച്ചു. പൂച്ച അവൻ്റെ അമ്മയല്ല, കോഴിയും പട്ടിയും അവൻ്റെ അമ്മയല്ല. കുഞ്ഞിപ്പക്ഷി മുന്നോട്ട് നടന്നു. പിന്നെ അവനെ കണ്ടത് ഒരു പശുവിനെയാണ്. നിങ്ങൾ എൻ്റെ അമ്മയാണോ? അവൻ ചോദിച്ചു. ബേല. ഞാനെങ്ങനെയാണ് നിന്റെ അമ്മയാവുക? ഞാൻ പശുവാണ്. പശു ഗൗരവത്തിൽ അമറി. പൂച്ചക്കുട്ടിയും കോഴിയും പട്ടിയും അവൻ്റെ അമ്മയല്ല. സത്യത്തിൽ അവൻ്റെ അമ്മ ആരാണ്? ഞാൻ എൻ്റെ അമ്മയെ തേടി നടക്കുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തും, ഉറപ്പാ, കുഞ്ഞിപ്പക്ഷി പറഞ്ഞു. അവൻ നടത്തം മതിയാക്കി ഓടാൻ തുടങ്ങി. ഓടി പൊട്ടിപ്പൊളിഞ്ഞ ഒരു മോട്ടോർക്കാരൻ്റെ മുന്നിലാണ് എത്തിയത്. ഇതായിരിക്കുമോ എൻ്റെ അമ്മ? ഇല്ല, ഇങ്ങനെ ആവില്ല, അവൻ സ്വയം ഉറപ്പിച്ച് ഓട്ടം തുടർന്നു. ഒരു ശബ്ദം കേട്ട് തലയുയർത്തി അവൻ മേലോട്ട് നോക്കി. ഒരു വലിയ വിമാനം. അമ്മേ, ഞാനിതാ ഇവിടെ തന്നെയുണ്ട്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ വിമാനം നിന്നില്ല. നിമിഷ നേരം കൊണ്ട് അത് പറന്നു അകന്നു. ദുഃഖത്തോടെ തല കുനിച്ച് അവൻ താഴേക്ക് നോക്കി. താഴെ പുഴയിലൂടെ ഒരു വഞ്ചി ഒഴുകുന്നു. അതാ എൻ്റെ അമ്മ പോകുന്നു. അമ്മേ. വഞ്ചി നോക്കി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞത് കേൾക്കാതെ വഞ്ചി മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ഓടിയും നടന്നും കുഞ്ഞിപ്പക്ഷി പിന്നെ എത്തിപ്പെട്ടത് ഒരു ഭീമാകാരൻ്റെ മുമ്പിലാണ്. ഇതാവും എൻ്റെ അമ്മ, അവൻ ഉറക്കെ പറഞ്ഞു. അതിനടുത്ത് ചെന്ന് അമ്മേ, ഞാൻ ഇവിടെയുണ്ട്, അവൻ പറഞ്ഞു. എന്നാൽ യന്ത്രം വലിയ ശബ്ദം ഉണ്ടാക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ, നിങ്ങളും എൻ്റെ അമ്മയല്ലേ? നിരാശയോടെ കുഞ്ഞിപ്പക്ഷി ചോദിച്ചു. യന്ത്രം മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ ഭീമന്റെ മുൻപിൽ നിന്നും
രക്ഷപ്പെട്ടേ പറ്റൂ. കുഞ്ഞുപക്ഷി ഓർത്തു. അതിനിടയിൽ പെട്ടെന്ന് യന്ത്രം മേലോട്ട് പൊങ്ങി. ഒപ്പം കുഞ്ഞിപ്പക്ഷിയും. ഈ യന്ത്രം എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കുഞ്ഞിപ്പക്ഷിക്ക് പേടിയായി. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. കുഞ്ഞിപ്പക്ഷി വേവലാട്ടിപ്പെട്ടു. പെട്ടെന്ന് ഭീമാനി യന്ത്രം നിശ്ചലമായി. എന്താണ് സംഭവിക്കുന്നതെന്ന് കുഞ്ഞിപ്പക്ഷിക്ക് മനസ്സിലായില്ല. അതിനിടയിൽ ആ കൂറ്റൻ യന്ത്രം കുഞ്ഞിപ്പക്ഷി കൂട്ടിൽ തിരിച്ചു കൊണ്ടുവച്ചിരുന്നു. അങ്ങനെ അവസാനം കുഞ്ഞിപ്പക്ഷി തൻ്റെ വീട്ടിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു. അപ്പോഴേക്കും അമ്മ പക്ഷി കുഞ്ഞ് തീറ്റയുമായി തിരിച്ചെത്തി. നിനക്കറിയോ ഞാൻ ആരാണെന്ന് അമ്മ പക്ഷി ചോദിച്ചു. എനിക്ക് മനസ്സിലായല്ലോ, കുഞ്ഞിപ്പക്ഷി പറഞ്ഞു. നിങ്ങളൊരു പൂച്ചയല്ല, കോഴിയോ പട്ടിയോ പശുവോ അല്ല, കാറല്ല, വഞ്ചിയോ അല്ല, വിമാനമോ കൂട്ടിയ യന്ത്രമോ അല്ല. നിങ്ങളൊരു പക്ഷിയാണ്, എൻ്റെ അമ്മയാ. കുഞ്ഞിപ്പക്ഷി മറുപടി പറഞ്ഞു. താങ്ക് യു.